ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. അടുത്ത അധ്യായത്തിലാണ് കൃഷ്ണാവതാരം പാരായണം ചെയ്യുന്നത്. കലോജനിഷ്യമാണാനം ദുഃഖശോകതമോനുദം അനുഗ്രഹായ ഭക്താനാം സുപുണ്യം വ്യദനോദ്യശാം. കലികാലത്ത് വരുന്നതായ ജനങ്ങളെ അനുഗ്രഹിക്കുവാനായി, കലികാലത്ത് നമ്മളെ ബാധിക്കുന്നതായ സകലവിധ ദോഷങ്ങളും ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടി തൻ്റെ പാദങ്ങളിൽ ആരാണോ വീണ് നമസ്കരിക്കുന്നത്, ആ നമസ്കരിക്കുന്നതായ ആളുകൾക്ക് പരമമായിരിക്കുന്ന ഐശ്വര്യത്തിനെ പ്രദാനം ചെയ്യാൻ, ഇവിടെ ഉള്ളതായിരിക്കുന്ന സകലവിധ ദുഃഖങ്ങളെയും ഇല്ലാതാക്കി തീർക്കാൻ, ഓരോരോ ആളുകളെയും ബാധിച്ചതായിരിക്കുന്ന ശോകത്തിനെ, പ്രയാസത്തിനെ, ദുഃഖത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി പരമമായിരിക്കുന്ന ആനന്ദത്തിനെ പ്രദാനം ചെയ്യാനായിക്കൊണ്ട് സുപുണ്യം വ്യദനോദ്യശ, സാക്ഷാൽ ഭഗവാൻ എല്ലാവർക്കും പുണ്യത്തിനെ പ്രദാനം ചെയ്യാനായിക്കൊണ്ട് യസ്മിൻ സൽക്കർണപീയൂഷേ, ആർക്കാണോ സാക്ഷാൽ ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന കഥകളെ തൻ്റെ കാതിലൂടെ കേൾക്കാനായിട്ട് സാധിക്കുന്നത്, യശസ്തീർത്ഥവരേ സകൃത്, ഒരിക്കൽ തന്നെങ്കിലും ഈ ഭഗവാന്റെ കഥയൊന്ന് കേൾക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ധുനുതേ കർമ്മവാസനം, ഓരോ കർമ്മബന്ധങ്ങളിലൂടെ പലതരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്ന അവരുടെ എല്ലാവിധ ദുഃഖവും ഇല്ലാതായിട്ട് തീരുന്നു. ശ്രോത്രാഞ്ജലിരുപസ്പൃശ്യ, ഭഗവാന്റെ കഥകളങ്ങനെ കേൾക്കുന്നതോടുകൂടി ദുഃഖങ്ങൾ ഇല്ലാതായിട്ട് തീരുന്നു. അതിമനോഹരമായി സാക്ഷാൽ ഭഗവാൻ പലതരത്തിലുള്ള സ്വരൂപങ്ങൾ സ്വീകരിച്ച് ഈ ഭൂമിയിൽ അവതരിച്ച് പലതരത്തിലുള്ള കർമ്മങ്ങൾ നടത്തി ഭഗവാന്റെ കർമ്മങ്ങളെ കാണുമ്പോൾ, ഭഗവാന്റെ കർമ്മങ്ങളെ കേൾക്കുമ്പോൾ
ഭഗവാൻ ചെയ്തതായിരിക്കുന്ന ലീലകളെ അനുസ്മരിക്കുന്ന സമയത്ത് നമ്മളുടെ എല്ലാവിധ കർമ്മവാസനകളും ഇല്ലാതായി അവർക്കിതാ മനസ്സിലാവുന്നു ഭഗവാന്റെ അടുത്താണ് എത്തിച്ചേരേണ്ടത്, ഭഗവാന്റെ അടുത്താണ് ഇതാ എത്തിച്ചേരേണ്ടത്. നൃലോകം രമയാമാസ, ഈ നരലോകത്തിനെ രമിപ്പിക്കുവാനായി സന്തോഷിപ്പിക്കുവാനായിട്ടാണ് സർവാംഗരമ്യയാ, എന്തെന്നില്ലാത്ത സൗന്ദര്യത്തോടു കൂടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭൂമിയിലിതാ അവതരിക്കുന്നത്. സർവാംഗരമ്യയാ അധരം മധുരം വദനം മധുരം മധുരാധിപതേ അഖിലം മധുരം. ഭഗവാന്റെ എവിടെയാ മധുരം അല്ലാത്തത് ആലോചിച്ച് നോക്കൂലേ? കൽക്കണ്ടത്തിന് എവിടെയാ മധുരം എന്ന് ചോദിച്ചാൽ അത് പറയാനായിട്ട് ഇതാ സാധിക്കില്ല. മധുരം ഇല്ലാത്തത് എവിടെയാ അല്ലെ? ഭഗവാന്റെ എല്ലാ ഇന്ദ്രിയങ്ങളും സൗന്ദര്യ പരിപൂർണമായി സാക്ഷാൽ ഭഗവാൻ ഈ ലോകത്തതാ കൃഷ്ണനായിട്ടതാ അവതരിച്ചു. സൗന്ദര്യം കാണണോ? ഭഗവാനെ കാണണം എന്ന് പറയും. പീതാംബരധരസ്രഗീ സാക്ഷാൽ മന്മഥമന്മഥ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൗന്ദര്യം കാമദേവനാണ് കാമദേവൻ വിചാരിക്കണത് അത്രേ. ഇപ്പോൾ കാമദേവന് ഭഗവാനെ കാണാൻ സാധിച്ചതോട് കൂടിയിട്ട് ഇതാ മനസ്സിലായി ഞാനൊന്നും അല്ലാട്ടോ അല്ലേ. ഏറ്റവും കൂടുതൽ നന്നായിട്ട് വേണുഗാനം ചെയ്യുന്നത് ഞാനാണ് എന്ന് പലരും വിചാരിച്ചു കൊണ്ടിരുന്നു. ഇതുവരെ ഭഗവാന്റെ വേണുഗാനം കേൾക്കുന്നത് വരെ മാത്രം. പലരും വിചാരിച്ചു എൻ്റെ നൃത്തമാണ് ഏറ്റവും കേമം എന്ന് വിചാരിച്ച് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇതാ ഇവിടെ കാളിന്തി നദിയിലേക്ക് എടുത്തു ചാടി ഭഗവാൻ കദംബവൃക്ഷത്തിൻ്റെ മുകളിലേക്ക് കയറി. കാളിന്തി നദിയിലേക്ക് എടുത്ത് ചാടിയതോടുകൂടി ചാടാൻ പുറപ്പെടുമ്പം തന്നെ അവിടുന്ന് കൂട്ടുകാർ പറയണ്ട, കൃഷ്ണ എടുത്ത് ചാടല്ലേ, കൃഷ്ണ ചാടല്ലേ ആറ്റിയിലേക്കച്ചൂതാ ചാടല്ലേ കാട്ടിയിലെ പൊയ്കയിൽ പോയി നീന്താം. അതൊന്നും ഭഗവാൻ കേട്ടില്ല അത്രേ. ഭഗവാൻ വേഗം ആ കാളിന്തി നദിയുടെ നടുവിലേക്ക് അങ്ങനെ പോകുന്ന കൊമ്പിലൂടെ ഭഗവാൻ മെല്ലെ നടന്ന് എടുത്തങ്ങോട്ട് ചാടിയത്രേ ശ്രീകൃഷ്ണ ഭഗവാൻ. ആലോചിച്ച് നോക്കൂ, കൃഷ്ണ വിഭു വിലോക്യദോഷിതാം കൃഷ്ണ വിഭു. കാളിന്തി നദിക്ക് കറുപ്പ് നിറം, കാളിയന് അതിലേറെ കറുപ്പ് നിറം. ശ്രീകൃഷ്ണ ഭഗവാനോ കറുപ്പോട് കറുപ്പില്ല ഭഗവാൻ. പിന്നെ എവിടെയെങ്കിലും വെളുപ്പുണ്ടോ ചോദിച്ചാൽ ഭഗവാന്റെ പല്ലിന് കുറച്ച് വെളുപ്പുണ്ടോ സംശയം. ഇങ്ങനെ ആ 3 കറുത്ത നിറത്തോടുകൂടി ഇപ്പോൾ ഭഗവാൻ അങ്ങനെ കാളിന്തിയിലേക്ക് എടുത്ത് ചാടിയതോടുകൂടി കാളിയൻ ഭഗവാൻ എങ്ങനെ വരിഞ്ഞതാ കിട്ടണം. ഇതോടുകൂടി സാക്ഷാൽ ഭഗവാൻ തൻ്റെ ശരീരത്തിനെ ചെറുതാക്കി ഉടനെന്തോ ചെയ്തിട്ടുടലൂരിക്കേറി ഭണങ്ങളിലൊന്നിൽ തുടങ്ങി നൃത്തവും. അനവധി ഭണങ്ങളുള്ള ആ കാളിയൻ്റെ ഭണത്തിൻ്റെ മുകളിലേക്ക് ഭഗവാൻ ഇതാ എടുത്ത് ചാടുന്നുണ്ട്. അഹങ്കാരമാകുന്ന ഭണത്തിൻ്റെ മുകളിലേക്ക് ഭഗവാൻ എടുത്തതാ ചാടുന്നുണ്ട്. ഇങ്ങനെ ധുനുതേ കർമ്മവാസനം. ഭഗവാന്റെ ആ അതിമനോഹരമായിരിക്കുന്ന സൗന്ദര്യം ഇങ്ങനെ കാണുന്ന സമയത്ത് ഭഗവാൻ അതിമനോഹരമായിട്ട് കാളിയൻ്റെ പുറത്ത് നിന്നുകൊണ്ട് നൃത്തം ചെയ്യാനായിട്ട് പുറപ്പെട്ടപ്പോൾ കാളിയൻ എന്നെ അത്ഭുതമായി. ഇതെന്താ എൻ്റെ തലയിൽ കയറി കളിക്കണം. അപ്പ കാണിച്ചിട്ടാ പറഞ്ഞ കാളിയൻ തൻ്റെ വാലുകൊണ്ട് ശിരസിലുള്ള ഭഗവാനെ തട്ടി താഴത്തേക്ക് ഇടാൻ പുറപ്പെട്ടു. അപ്പോൾ ഭഗവാൻ ഇടത്തെ കൈകൊണ്ട് കാളിയൻ്റെ വാല് പിടിച്ച് പറഞ്ഞു, കാളിയ നന്നായിട്ടോ കാളിയ, എന്തൊരു വഴുക്കാന്ന് എൻ്റെ ഈ പുറത്ത് നിന്നാ വിചാരിച്ചത്. ഒരു ബാലൻസ് ഇല്ലാതെ നിൽക്കായിരുന്നു. ഭഗവാൻ ഇപ്പോൾ ഇടത്തെ കൈകൊണ്ട് കാളിയൻ്റെ വാല് പിടിച്ച് കയ്യിലേക്ക് ഇതാ ആ വേണുവൊക്കെ എടുത്ത് അതിമനോഹരമായിട്ട് കാളിയൻ്റെ മണത്തിൻ്റെ മുകളിൽ അങ്ങനെ നിന്ന് നൃത്തം ചെയ്യുന്നത് ഒരാൾ മേഘത്തിൻ്റെ മുകളിൽ നിന്ന് കാണുന്നുണ്ട്. ആരാ? നടരാജൻ, സാക്ഷാൽ മഹാദേവൻ. ഭഗവാൻ ഇതാ കാളിയൻ്റെ പുറത്തുനിന്ന് മഹാദേവനോട് പറഞ്ഞു, മഹാദേവ അങ്ങാണ് കേട്ടോ നടരാജൻ. ഞാനിവിടെ ഇന്നിങ്ങനെ എന്തൊക്കെ. അയ്യോ അങ്ങനെയല്ല ഭഗവാനെ, അങ്ങതാ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോ നൃത്തം ചെയ്യുന്നത് കണ്ട് ഞാൻ എന്തൊക്കെയോ കാണിക്കണു, അത്രയേ ഉള്ളൂ. ഇതുവരെ മഹാദേവൻ വിചാരിച്ചത് ഞാനാണ് ഏറ്റവും വലിയ നർത്തകൻ. ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങോട്ട് നൃത്തം ചെയ്യാൻ പുറപ്പെട്ടതോട് കൂടിയിട്ട് ഇങ്ങനെ സർവാംഗരമ്യയാ എന്തെന്നില്ലാത്ത സൗന്ദര്യത്തോടു കൂടിയിട്ട് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനിതാ ഈ ഭൂമിയിൽ അവതരിച്ച് നൃലോകം രമയാമാസ മൂർത്തിയാ സർവാംഗരമ്യയാ. നരലോകത്തിനെ രമിപ്പിക്കുന്നു ഭഗവാൻ, സന്തോഷിപ്പിക്കുന്നു. എപ്പോഴാ സന്തോഷം ഉണ്ടാവുക ആലോചിച്ച് നോക്കൂലേ.
സന്തോഷം വേണോ ഈ കൃഷ്ണൻ്റെ അടുത്ത് എത്തിച്ചേരണം. ഭഗവാന്റെ അടുത്ത് അങ്ങനെ വരുമ്പോഴാണ് ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന സ്വരൂപത്തിനെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഭഗവാന്റെ ആ കഥ എങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതാ പരമമായിരിക്കുന്ന ആനന്ദം സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം. ഈ ഒരു ആനന്ദത്തിനെ ഉപമിക്കാനായിട്ട് സാധിക്കുമോ? ആലോചിച്ച് നോക്കൂലേ. ഭഗവാന്റെ അടുത്തങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്താണ് പരമമായിരിക്കുന്ന ആനന്ദം, ആനന്ദരൂപിയായിരിക്കുന്ന ഭഗവാനെ അറിയണോ? ആനന്ദത്തിൻ്റെ അടുത്തേക്ക് അങ്ങനെ ഇരിക്കാനായിട്ട് ഇതാ സാധിക്കണം. നിർലോകം രമയാമാസ മൂർത്തിയ സർവാംഗരമ്യയാ നിത്യോത്സവം നതദ്രുപു ദൃശിപിബന്ധ്യോ നാര്യോ നരാശ്ച മുദിത കുപിത നിമേശ്ച. രാവിലെ ആയിക്കഴിഞ്ഞാൽ ഗോപസ്ത്രീകളെല്ലാവരും കൂടി ഒരുമിച്ച് അവരങ്ങനെ അമ്പാടീൻ്റെ മുന്നിൽ അങ്ങനെ അതാ വന്ന് നിൽക്കും. യശോദാദേവി വാതിൽ തുറക്കേണ്ട താമസമുള്ളൂ. ഇത് എത്ര ആൾക്കാരെ മുന്നിൽ ഗോപസ്ത്രീകൾ. ഇപ്പം യശോദ ചോദിക്കും, അല്ല ഗോപി, നീ ഇന്നലെ രാത്രി 11:30-12 മണിയായിട്ടല്ലേ ഇവിടുന്ന് പോയത്? പിന്നെ ഇത്ര നേരത്തെ ഇങ്ങനെ അതാ കയറി വന്നത് എന്തിനാ ചോദിക്കുമ്പോൾ, അതെ യശോദേ, നീ ഇന്നലെ രാത്രി കൃഷ്ണനെ എങ്ങനെയാണ് അണിയിച്ചൊരുക്കിയതെന്ന് ഞാൻ കണ്ടില്ല കേട്ടോ. ഞങ്ങൾ പോണ സമയത്ത് അത് കഴിഞ്ഞ് നീ കൃഷ്ണനെ കടത്തി ഉറക്കിടേൻ്റെ മുന്നേ ചിലപ്പോൾ ഭഗവാന്റെ ശരീരമൊക്കെ നന്നായിട്ട് അതാ കഴുകിച്ച് എങ്ങനെയാണ് കൃഷ്ണനെ അണിയിച്ചതെന്ന് ഞങ്ങൾ കണ്ടില്ല. അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, നിർമാല്യം കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് ചില ഗോപസ്ത്രീകൾ ഭഗവാനെ കാണാനായിട്ട് അങ്ങനെ വരുന്ന സമയത്ത് കൃഷ്ണനെ മനസ്സിലാവും. എന്നാൽ ശരി, ഞാനും ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ എൻ്റെ സൗന്ദര്യം എന്നുള്ള രീതിയിൽ 2-2.5 വയസ്സ് പ്രായമായിരിക്കുന്ന ആ ഉണ്ണിക്കണ്ണൻ പാദങ്ങളുടെ സ്വർണത്തിൻ്റെ പാദസരമൊക്കെ അണിഞ്ഞ് പട്ടുകോണകൊക്കെ അതാ ഉടുത്ത് അരയിൽ ചെറിയ സ്വർണ്ണാഭരണമൊക്കെ അണിഞ്ഞ് കഴുത്തിൽ ചെറിയ സ്വർണ്ണാഭരണം അണിഞ്ഞ് കയ്യിൽ ചെറിയ സ്വർണ്ണാഭരണം അണിഞ്ഞ് കാതിൽ ചെറിയ സ്വർണ്ണാഭരണം അണിഞ്ഞ് കണ്ണ് നന്നായിട്ട് എഴുതി ഗോപിക്കുറിയൊക്കെ ചാർത്തി തലമുടിയൊക്കെ മുകളിലേക്ക് വെച്ച് കെട്ടി മയിൽപ്പീലൊക്കെ അണിഞ്ഞ് ഭഗവാൻ മെല്ലെ മെല്ലെ പിച്ച വെച്ച് വന്ന് അമ്മയുടെ അടുത്ത് ആ യശോദാദേവിയുടെ സാരിയുടെ തുമ്പ് ഇടത്തെ കൈകൊണ്ട് പിടിച്ച് അമ്മയുടെ പിന്നാലെ അങ്ങനെ നിന്ന് ഭഗവാൻ മുഖം മാത്രം പുറത്തേക്കിട്ട് ഓരോ ഗോപസ്ത്രീകളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കൂ. നീ എന്നെ കാണാനല്ലേ വന്നത് എന്നുള്ള രീതിയിൽ നിത്യോത്സവം നതദ്രുപു ദൃശിപിബന്ധ്യോ നാര്യോ നരാശ്ച മുദിത കുപിതാ നിമേശ്ച. കൃഷ്ണനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതായ ഗോപസ്ത്രീകൾ അവരറിയാതെ ഒന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ അവർ പറയൂത്രേ കുപിത നിമേശ്ച. തൻ്റെ കണ്ണിൻ്റെ പോളയെ ഗോപസ്ത്രീകളെ ശപിക്കാനായിട്ട് പുറപ്പെടുക. നീ എന്താ അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ അടയ്ക്കണത്? കണ്ണിൻ്റെ പോളയോട് ചോദിക്കും, നീ കണ്ണടയ്ക്കുന്ന സമയത്ത് ആ കൃഷ്ണനെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കണില്ലല്ലോ, നിത്യോത്സവം നതദ്രുപു. ഭഗവാൻ അവതരിച്ചതോടുകൂടി എന്നും ഉത്സവമാണ്. എല്ലാ ദിവസവും ഉത്സവമാച്ചുള്ള സ്ഥിതി ആലോചിച്ചു, എല്ലാ ദിവസവും സപ്താഹമാച്ചുള്ള സ്ഥിതി തന്നെ ആലോചിച്ച് നോക്കൂ. പിന്നെ ഉത്സവത്തിൻ്റെ കാര്യം പറയണമല്ലേ. ഇവിടെ ഭഗവാൻ അവതരിച്ചതോട് കൂടിയിട്ട് ഭഗവാനെ തന്നെ യശോദാദേവി കൃഷ്ണനെ കണ്ട് എന്തിന് ഭഗവാന്റെ കാര്യം നമ്മളുടെ തന്നെ വീട്ടിലാലോചിച്ചു നോക്കൂ. ഒരു ചെറിയ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ സമയം പോണത് നമ്മളറിയില്ല അല്ലേ. ആ കുട്ടീനെ തന്നെ നോക്കി എന്നാൽ യശോദാദേവിയും ഗോപസ്ത്രീകളും കൂടി ഭഗവാൻ ഉണ്ടായതോടുകൂടി ഭഗവാന്റെ അടുത്തേക്ക് വന്ന് കൃഷ്ണൻ കമന്ന് കിടക്കുന്നത് കണ്ട് ഭഗവാൻ മലന്ന് കിടക്കുന്നത് കണ്ട് മുട്ടൂത്താനായിട്ട് നടക്കുന്നത് കാണുമ്പോൾ ഭഗവാൻ എങ്ങനെ മലന്ന് കിടന്ന് ചിരിക്കുന്നത് കണ്ടുകൊണ്ടാല് ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന പുഞ്ചിരിയെ കണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൃഷ്ണൻ ഉറക്കത്തിൽ ചിരിക്കും. ഭഗവാൻ ഉറക്കത്തിൽ ചിരിക്കുന്നത് കാണാൻ വേണ്ടി പലരും അടുത്ത് ഇങ്ങനെ കാത്തിരിക്കണം. ഭഗവാൻ എങ്ങനെ പല്ല് വരുന്ന സമയത്ത് ചിരിക്കുന്നത് കാണാൻ വേണ്ടി നിത്യോത്സവം നതദ്രുപു. മതിയാവണില്ല അത്രേ ഗോപസ്ത്രീകൾ കൃഷ്ണനെ കണ്ട അവർക്കതാ മതിയാവണില്ല. നിത്യോത്സവം നതദ്രുപു ദൃശിപിബന്ധ്യോ. കണ്ണുകൊണ്ട് അങ്ങനെ കുടിക്കുക അത്രേ. ഭഗവാൻ ഇങ്ങനെ കണ്ണുകൊണ്ട് കുടിച്ച് മാറിപ്പോണില്ല ഗോപസ്ത്രീകൾ. രാത്രിയായിട്ട് യശോദ പറയാം, നീ ഇവിടുന്നൊന്ന് മാറിപ്പോ, നീ എന്നിട്ട് വേണം കേട്ടോ ഈ ഉണ്ണിയെ ഒന്ന് കടത്തി ഉറക്കണ്ടേ, നിങ്ങൾ എങ്ങനെ വന്ന് നിന്നുണ്ടെച്ചാലോ. നിത്യോത്സവം നതദ്രുപു ദൃശിപിബന്ധ്യോ നാര്യോ നരാശ്ച മുദിത കുപിതാ നിമേശ്ച. ആ ഭഗവാന്റെ കഥകളെ എന്നോടതാ വർണ്ണിക്കണേ, എന്നോടതാ പറഞ്ഞു തരണേ. ആകപ്പാടെ ഇനിയിപ്പോൾ കുറച്ച് നേരെ ഉള്ളൂ കേട്ടോ. ശ്രീശോപുരം പക്ഷേ അങ്ങക്കറിയാലോ, തക്ഷക എന്ന പേരായിരിക്കുന്ന സർപ്പത്തിൻ്റെ കടിയേറ്റ് ഇവിടുന്ന് യാത്രയാവേണ്ട ആളാണിതാ ഞാൻ.
അങ്ങയുടെ അതിമനോഹരമായിരിക്കുന്ന ആ ഭഗവാന്റെ കഥകൾ എങ്ങനെ അങ്ങ് പറയണത് കേൾക്കുന്ന സമയത്ത്, അങ്ങയുടെ നാവിലൂടെ ഭഗവാന്റെ കഥകൾ പറയണത് കേൾക്കുന്ന സമയത്ത് ഞാനൊന്നും അറിയണില്ല, വിശപ്പറിയണില്ല, ദാഹം അറിയണില്ല. അതുകൊണ്ട് ആ കൃഷ്ണ കഥകളെ എന്നോട് ഇതാ പറഞ്ഞു തരണേ. എന്താ ഭഗവാന്റെ കഥകളുടെ പ്രത്യേകത? ആർക്കാണോ ഭഗവാന്റെ കഥ പറയാൻ സാധിക്കുന്നത്, ആ സമയത്ത് ആർക്കാണോ കേൾക്കാൻ സാധിക്കുന്നത്, ആരാണോ ഭഗവാന്റെ കഥ പറയാൻ വേണ്ടിയിട്ട് ഒരു സൗകര്യത ഉണ്ടാക്കി കൊടുക്കുന്നത്, അവർക്കൊക്കെ ഭഗവാൻ ആ പുണ്യത്തിനെ ഇതാ പ്രദാനം ചെയ്യുന്നു. ഭക്താരം വൃക്ഷകം ശ്രോത്രൻ തൽപാദസലിലം യഥാ. ഇതുവരെ പല രാജാക്കന്മാരുടെയും കഥ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടിരുന്നത് എന്തിനാന്ന് അങ്ങ് വിചാരിച്ചത്, ഇപ്പോൾ കൃഷ്ണന്റെ കഥയാവുമല്ലോ, ഇപ്പോൾ ഭഗവാന്റെ കഥയാവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുവരെയുള്ള ഓരോ കഥയും. എന്തൊരു ചൂടാന്നാണ് വിചാരിച്ചത്. ഇതിൻ്റെ ചുവട്ടിലെങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചൂട് കൊണ്ട് പ്രയാസങ്ങളൊക്കെ പലതും അനുഭവിച്ച് ഇവിടെ ഇങ്ങനെ ഇതുവരെ ഇരുന്നത് എന്തിനാന്നാ വെച്ചാൽ ഇപ്പോൾ ഭഗവാന്റെ കഥയാവുമല്ലോ, ഇപ്പോൾ കൃഷ്ണകഥകളാവുമല്ലോ. ആ കൃഷ്ണകഥകൾ കേൾക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇതുവരെ ഇവിടെ ഇരുന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ കൃഷ്ണകഥകളെ അങ്ങ് ചുരുക്കി വർണ്ണിക്കാനായിട്ട് പാടില്ല. അടക്കുവറ്റടിയിലുള്ളതു കിട്ടുവാനായി 7 ഇടങ്ങഴി ജലം വെറുതെ കുടിച്ചൂടെ. ഈ പശുവിനൊക്കെ നോക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക്, പശുവിനെ നോക്കുന്ന ആൾക്കാർ പാത്രത്തിൽ കുറേ വെള്ളമൊക്കെ ആക്കി പശുവിൻ്റെ മുന്നിൽ എങ്ങനെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പശു എന്ത് ചെയ്യും? വേഗം വെള്ളം കുടിക്കും. അത്ര ഇതിനായി വേഗം വെള്ളം കുടിക്കുന്നത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ വെള്ളം മുഴുവനും കുടിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അടിയിൽ കുറച്ച് വറ്റുണ്ടാവും. അടിയിലുള്ള വറ്റ് കഴിക്കാൻ വേണ്ടി വെള്ളം മുഴുവനും വെറുതെ കുടിക്കുന്നത് പോലെ അനവധി രാജാക്കന്മാരുടെ കഥയൊക്കെ അങ്ങനെ കേട്ടിരിക്കാനുള്ള കാരണം എന്താണെന്നാണ് വിചാരിച്ചത്? കൃഷ്ണകഥപ്പാവല്ലോ ഭഗവാൻ മുട്ടൂത്തി നടക്കുന്നതും. ഭഗവാൻ മെല്ലെ മുട്ടൂത്താനായിട്ട് പുറപ്പെടുന്ന സമയത്ത് യശോദാദേവി കൃഷ്ണൻ്റെ അടുത്തതാ വന്നിരിക്കുന്നതും, ഗോപസ്ത്രീകളും ഗോപബാലന്മാരും 4 ഭാഗത്ത് നിൽക്കുന്നതും. ആ കൃഷ്ണൻ്റെ കഥകൾ എന്നോടിതാ വർണ്ണിച്ചു തരണേ. ശ്രീകൃഷ്ണ ഭഗവാൻ ഓരോ ഗോപസ്ത്രീകളുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്ന് അവർ വെച്ചതായിരിക്കുന്ന വെണ്ണയും പാലും കട്ടുകൊണ്ടുവന്നതായിരിക്കുന്ന കഥകൾ, അതല്ലേ ജീവിതത്തിൽ കേൾക്കേണ്ടത്? നിവൃത്തത ഋഷൈഹി ഉപഗീയമാനാൽ ഭവൗഷധാൽ. ഈ ഭഗവാന്റെ കഥ കേൾക്കുന്ന സമയത്താണ് ഭവൗഷധാൽ ശ്രോത്രമനോഭിരാമൽ. ഈ ലോകത്തിൽ നിന്ന് വരുന്നതായിരിക്കുന്ന ദുഃഖങ്ങൾ ഇല്ലാതായിട്ട് തീരണോ? കൃഷ്ണകഥ കേൾക്കാനായിട്ട് സാധിക്കണമെന്ന് പറയും. ഭഗവാന്റെ കഥ കേൾക്കുന്ന സമയത്താണ് ദുഃഖങ്ങൾ ഇല്ലാതായിട്ട് തീരുക. ദുഃഖം ഇല്ലാതാവാനുള്ള മരുന്ന് എന്താ ചോദിച്ചാൽ അത് വേറെ എവിടെയെങ്കിലും പോയാൽ കിട്ടില്ലാത്ര. എവിടെ വരണം? ഭഗവാന്റെ കഥയുടെ മുന്നിൽ തന്നെ വന്നിരിക്കാനായിട്ട് സാധിക്കണം. ഭവൗഷധാൽ ശ്രോത്രമനോഭിരാമാൽക്ക ഉത്തമ ശ്ലോക ഗുണാൻ. ഭഗവാന്റെ ആ കഥകളെ അന്നതാ പറഞ്ഞത് ആർക്കായി ഭഗവാന്റെ കഥ കേട്ടിട്ട് മതിയായിട്ടുള്ളത് അല്ലേ? മതിയാവുക അങ്ങനെയല്ലാത്ര. കൃഷ്ണകഥകളെ കേൾക്കാനായിട്ട് സാധിക്കണേ എന്നാണ് ഭഗവത് ഭക്തന്മാർ പിന്നെയും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. രസജ്ഞക്കോന്നു തൃപ്യേത ഹരിലീലാമൃതം വിപൻ. ഹരിലീലാമൃതം ഭഗവാന്റെ ആ അമൃത കഥകൾ എങ്ങനെ പിബന്തിയേ ഭഗവത ആത്മനസ്സതാം കഥാമൃതം ശ്രവണപുടേഷു സംവൃതം പുനന്ദിതേ വിഷയവിദൂഷിതാശയം വ്രജന്തി തച്ചരണസരോരുഹാന്തികം. ഭഗവാന്റെ കഥകൾ കാതിലൂടെ കേൾക്കുന്ന സമയത്താണ് മനസ്സിലുള്ളതായിരിക്കുന്ന മാലിന്യങ്ങൾ മുഴുവനും ഇല്ലാതായി ആ മനസ്സിൽ നല്ല താമരപ്പൂക്കൾ അങ്ങനെ വിടർന്നു വന്ന ആ താമരപ്പൂവില് ദൃഷ്ടയേവ ആത്മനി ഈശ്വരെ, തൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ശോഭിക്കുന്ന കൃഷ്ണനെ നമുക്കിതാ കാണാനായിട്ട് സാധിക്കുന്നത്. ഭഗവാനെ നേരിട്ട് കാണാൻ സാധിക്കുന്ന ആ കൃഷ്ണകഥകളെ അങ്ങതാ എന്നോട് പറഞ്ഞു തരണേ. പശ്യന്തി തേ മേ രുചിരാണ്യം വസന്ത പ്രസന്നവക്രാരുണലോചനാനി രൂപാണി ദിവ്യാനി വരപ്രദാനി സാകം വാചം സ്പൃഹണീയാം വദന്തി. ഭഗവാന്റെ കഥ കേൾക്കുന്ന സമയത്താണ് കൃഷ്ണനെ കാണാനായിട്ട് സാധിക്കുക. ഭഗവാനെ കാണണോ? ശൃണ്വന്തി ഗായന്തി ഗൃണന്തി അഭീക്ഷ്ണസ്മരന്തി നന്ദന്തി തവേഹിതം ജന തയേവ പശ്യന്തി തയേവ പശ്യന്തി തയേവ പശ്യന്തി. കൃഷ്ണനെ കാണുന്ന ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഭഗവാന്റെ കഥയുടെ മുന്നിൽ അങ്ങനെ വന്നിരുന്നാൽ മതി. ഇത്ര ശ്രദ്ധയോട് കൂടിയിട്ട് കഥ എങ്ങനെ കേൾക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ കൃഷ്ണനെ നേരിട്ട് കാണാനായിട്ട് സാധിക്കണം. തയേവ പശ്യന്തി ശൃണ്വന്തി ഗായന്തി. ഭഗവാനെ പറ്റിയുള്ള കീർത്തനങ്ങൾ അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കീർത്തനം ചൊല്ലാനായിട്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ തയേവ പശ്യന്തി. ആരാ കീർത്തനം പാടുന്നത്?
ആരാ കീർത്തനം പാടുന്നത് എന്ന് നോക്കി ഈ ഉണ്ണിക്കണ്ണൻ അവരുടെ അടുത്തങ്ങനെ വന്നിരിക്കണു അല്ലേ. ഭഗവാൻ തൻ്റെ അടുത്തേക്ക് വന്നിരിക്കണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? കൃഷ്ണന്റെ കീർത്തനങ്ങൾ അങ്ങനെ പാടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ മതി. തയേവ ശൃണ്വന്തി സ്മരന്തി നന്ദന്തി തവേഹിതം ജനാ സ്മരന്തി. ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന സ്വരൂപത്തിനെ തന്നെ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പം മുതൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും കൃഷ്ണനെ തന്നെ കണ്ട അല്ലേ. എവിടേക്ക് നോക്കണ സമയത്തും ഭഗവാനാണോ അല്ലേ. ഒരുത്തനെ തന്നെ നിലച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും എന്ന് പറയില്ലേ. എപ്പോഴും കൃഷ്ണനെ തന്നെ അങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നതായ ആളുകൾക്ക് അവരുടെ മുന്നിലേക്കല്ലേ ഈ ഭഗവാൻ എത്തിച്ചേരുന്നത്. വൃന്ദാവനത്തിലൊക്കെ പോയ ആളുകൾക്കറിയാം, അവിടെയുള്ള ഗോപസ്ത്രീകൾ അവരെങ്ങനെ പൂച്ചേനെ കണ്ടാലും ശരി, അണ്ണാങ്കൂട്ടനെ കണ്ടാലും ശരി, ഏത് പക്ഷികളെ കണ്ടു കഴിഞ്ഞാലും രാം 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 കൃഷ്ണ 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 കൃഷ്ണ. എവിടെ നോക്കിക്കഴിഞ്ഞാലും കൃഷ്ണനെയാണ് അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ ഭഗവാനെ തന്നെ മനസ്സിലേക്ക് അങ്ങനെ ധ്യാനിക്കാനായിട്ട് പുറപ്പെടുമ്പോൾ കൃഷ്ണന്റെ അതിമനോഹരമായിരിക്കുന്ന സ്വരൂപത്തിനെ മനസ്സിലേക്ക് ധ്യാനിക്കുമ്പോൾ സ്മരന്തി നന്ദന്തി തവേഹിതം ജനാ. അതിമനോഹരമായിരിക്കുന്ന ഭഗവാന്റെ സ്വരൂപത്തിനെ തൃക്കാല് രണ്ടും പിണച്ച തിരുമുഖകമലം ദക്ഷിണേ ചാച്ചുവെച്ചും തൃക്കയ്യിൽ കാഞ്ചനോടക്കുഴലുമത പിടിച്ചോതി ബന്ധം ഹസിച്ചും തക്കത്തിൽ പീലി ചോടിക്കരിമുകിൽ വടിവും പൊണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമഹൃതി കളിയാടിയിടുവാൻ കൈ തൊഴുന്നേൻ ത്രിഭംഗി മധുരാകൃതി. 3 വളവോട് കൂടിയിട്ട് കയ്യിലേക്ക് വേണുവിനെ എടുത്ത് അതിമനോഹരമായിട്ട് വേണുഗാനം ചെയ്യുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ രൂപത്തിനെ തന്നെ ധ്യാനിച്ച് അപ്പോൾ ആ വേണുഗാനം ചെയ്യുന്ന ഭഗവാൻ ആണല്ലോ. നാരദ മഹർഷി ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ആ അതിമനോഹരമായിരിക്കുന്ന സ്വരൂപത്തിനെ എങ്ങനെ ധ്യാനിച്ച് മഹർഷീശ്വരന്മാർ പറഞ്ഞു തന്ന രൂപത്തിനെ എങ്ങനെ ധ്യാനിക്കാനായിട്ട് പുറപ്പെടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഭഗവാന്റെ തിരുനാമം എങ്ങനെ ജപിക്കാനായിട്ട് പുറപ്പെടുന്ന സമയത്ത് അതേ നാരദ എന്നെ വിളിച്ചോ എന്ന് ചോദിച്ച് മുന്നിലേക്ക് അങ്ങനെ വരുന്ന സാക്ഷാൽ ഭഗവാൻ നന്ദന്തി തവേഹിതം ജനാ തയേവ പശ്യന്തി. കൃഷ്ണനെ കാണുന്നു, വേറെ ഒന്നും ചെയ്യേണ്ടാത്രേ, ഒരു പൈസയും ചിലവില്ല. ഭഗവാനെ കാണണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു പ്രയാസമില്ല. ഇത്രയും പ്രയാസമില്ലാതെ ഭഗവാനെ കാണാൻ, കൃഷ്ണനെ കാണാനല്ലേ. വേറെ എന്ത് കാര്യത്തിന് വേണമെന്ന് വെച്ചാലും എന്തൊരു പ്രയാസമല്ലേ. ഓരോ കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെച്ചാൽ ഈ ഭഗവാനെ കാണണമെന്നുണ്ടെച്ചാലോ ഭഗവാന്റെ തിരുനാമം ഇങ്ങനെ ജപിക്കാനായിട്ട് പുറപ്പെടുമ്പോൾ പഠന്തോ നാമാനി പ്രമദഭരസിന്ധോ നിപതിതാ സ്മരന്തോ രൂപം ദേവരത കഥയന്തോ ഗുണകഥ. ഭഗവാന്റെ ആ നാമം തന്നെ ജപിച്ച് ഭഗവാന്റെ രൂപത്തിനെ തന്നെ ധ്യാനിച്ചങ്ങനെ പുറപ്പെടുന്ന സമയത്ത് എന്തൊന്നുമില്ലാത്ത കൂരിരുട്ടലും സാക്ഷാൽ ഭഗവാനതാ വന്നതാ പ്രത്യക്ഷപ്പെടുന്നു. അതാണ് നിശീധേ തമ ഉദ്ധൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഭാഷയ. എവിടെയായി കൃഷ്ണനില്ലാത്തത്? കൃഷ്ണനില്ലാത്തതായിട്ട് എവിടെയില്ല. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഭഗവാനാണ്. ഏത് കൂരിരുട്ടലും കൃഷ്ണനാണിതാ വരുന്നത് എന്നുള്ള രീതിയിൽ ഇപ്പോ വസുദേവര് കണ്ണു തുറന്ന് നോക്കിയതോട് കൂടിയിട്ട് നേരെ മുന്നിൽ, അതും കാരാഗ്രഹത്തില്, കംസന്റെ കാരാഗ്രഹത്തിൽ എങ്ങനെ നിൽക്കുന്ന വസുദേവര് കണ്ണു തുറന്നു നോക്കിയപ്പോ മുന്നിൽ അതാ കാണുന്നു പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം. വസുദേവര് ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന കണ്ണിലേക്ക് അങ്ങനെ നോക്കിയപ്പോൾ കരുണാസമുദ്രം, കാരുണ്യമേറിയ ആ കണ്ണുകള് ഇപ്പോൾ വസുദേവർ ഇതുവരെ അനുഭവിച്ചതായ എല്ലാവിധ ദുഃഖങ്ങളും മറന്നു. ദേവകീ ദേവി ഇതുവരെ അനുഭവിച്ചതായിരിക്കുന്ന എല്ലാവിധ ദുഃഖങ്ങളും മറന്നു. താൻ കാരാഗ്രഹത്തിലാ നിൽക്കണത് എന്ന് പോലും മറന്നു. ഇപ്പൊ ഭഗവാൻ എങ്ങോട്ടാ കണ്ടു. തമത്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സന്ദ്രപയോധസൗഭകം. അതിമനോഹര വേഷത്തിൽ മുന്നിൽ അങ്ങനെ നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങോട്ട് കണ്ടതോട് കൂടിയിട്ട് ഇപ്പോൾ വസുദേവരിതാ ഭഗവാനതാ സ്തുതിക്കുന്നു. അങ്ങനെ ആ ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന അവതാര കഥകളെ
അതാണ് അടുത്ത അധ്യായത്തിലെ ഭഗവാന്റെ അവതാരമാണ് ഇതാ വർണ്ണിക്കുന്നത്. കൃഷ്ണൻ അവതരിക്കാൻ തയ്യാറാവണുണ്ട് എന്ന് മനസ്സിലായതോടുകൂടി കൈലാസപർവ്വതത്തിൽ വെച്ച് പാർവതി ദേവി മഹാദേവനോട് ചോദിച്ചു, മഹാദേവ അങ്ങ് എന്തായിട്ടാ കൃഷ്ണാവതാര സമയത്ത് കൃഷ്ണൻ്റെ അടുത്തേക്ക് പോണത്? നീ എന്തായിട്ടാ പോണത്? അതാദ്യം പറഞ്ഞത്ര പാർവതിയോട്. അവസാനം പാർവതി പറഞ്ഞു, ഞാൻ ഭഗവാന്റെ പാദത്തിലുള്ള പാദസരായിട്ടാണ് പോണത്. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, തെറ്റിപ്പോയിട്ടോ പാർവതി, തനക്ക് ചിലപ്പോൾ കൃഷ്ണനറ്റ് ഈ കാലിൻ്റെ മുകളിലുള്ള പാദസര അഴിച്ചു വെച്ചാലോ, ഇങ്ങനെ വയസ്സാവുന്നതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും ഇങ്ങനെ പെൺകുട്ടികളെ കാലിൻ്റെ മുകളിൽ ആഭരണം ഇട്ട് നടക്കണ പോലെ നടന്നാലും കൃഷ്ണ എന്നിട്ട് രാധാദേവി ഇട്ട് ചിലപ്പോൾ പറഞ്ഞാൽ കൃഷ്ണനിട്ട് അഴിച്ചു വെച്ചാലും അപ്പം അങ്ങാരായിട്ടാണ് പോണത് ചോദിച്ചു. എന്നാൽ മഹാദേവൻ പറഞ്ഞു, ഞാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ കയ്യിലുള്ള ഓടക്കുഴലായിട്ടാണ് അവതരിക്കുന്നത് എന്ന് പറഞ്ഞ് മഹാദേവനാണിതാ ഇപ്പോൾ ഭഗവാന്റെ കയ്യിലുള്ള മുരളിയായി ഓടക്കുഴലായിട്ടത് അവതരിക്കുന്നത്. അധരമണി സമീപം പ്രാപ്തവത്യാം ഭവത്യാം കഥയ രഹസി കർണേ മദ്ദശാം നന്ദസൂനോ. മഹാദേവനാകുന്ന ആ വേണുവിനെ ഭഗവാൻ ഇടത്തെ കൈയിലേക്ക് പിടിച്ച് വലത്തെ കൈ കൊണ്ട് വേണുവിനെ അടച്ചു പിടിച്ച് തൻ്റെ അധരത്തിനോട് കൂട്ടിവെച്ച് അതിമനോഹരമായിട്ട് ഇതാ വേണുഗാനം ചെയ്യുന്ന സാക്ഷാൽ ഭഗവാന്. ഏതൊരാളും ഒരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒരു പൂജാമുറി ഉണ്ട് വെച്ചാൽ ആ പൂജാമുറിയിൽ ഏത് രൂപ എടുത്ത് വെക്കുക സംശയമില്ലാത്ത വേണുഗാനം ചെയ്യല്ല കൃഷ്ണനുണ്ടോ. വേണുഗാനം ചെയ്യുന്ന ഭഗവാൻ ഒന്ന് കാണാൻ തരാവണേ എന്ന് ആഗ്രഹിച്ച് ഇവിടെ സാക്ഷാൽ ഭഗവാൻ ഇതാ വേണുഗാനം ചെയ്യുന്ന രൂപത്തിലാണ്. ഭട്ടതിരിപ്പാടൊക്കെ 100 ദശവും ചൊല്ലിക്കഴിഞ്ഞ് അവസാനം ശ്രീകോവിലേക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ ബാബുദ്വന്ദ്വേന രത്നോജ്വലവലയ ഭ്രതാശോണപാണി പ്രവാളേനോപാത്തം വേണുനാളിം വേണുഗാനം ചെയ്യുന്ന ഭഗവാനതാ കാണാനായിട്ട് ഇതാ സാധിച്ചു. ശംഖചക്ര ഗദാധാരിയായിരിക്കുന്ന ഭഗവാനെ വസുദേവരതാ കണ്ടു. ഭഗവാൻ പറഞ്ഞു, എൻ്റെ ഏത് രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിലും ധ്യാനിക്കാട്ടോ, ഏത് രൂപത്തിൽ ധ്യാനിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കിതാ എൻ്റെ അടുത്തേക്ക് ഇതാ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നു പറഞ്ഞതോടുകൂടി ഭഗവാൻ സാധാരണ ഒരു ഉണ്ണിയുടെ രൂപത്തിൽ അവിടെ ഇതാ കടന്നു. വേഗം വസുദേവന് ഭഗവാനെ എടുക്കണം. നേരെ നന്ദഗോകുലത്തിലേക്ക് ഇതാ കൊണ്ടുപോയിട്ട് ഇതാ കടത്തുന്നത്. ഇന്നലെ അവിടെ ഒരാളുണ്ടായിരുന്നു അത്രേ, പത്മനാഭ സഹോദരി, സാക്ഷാൽ ഭഗവാന്റെ സഹോദരി. അങ്ങനെ മായാദേവിയെ എടുത്ത് കാരാഗ്രഹത്തിൽ എത്തിച്ചേരുന്നത് വരെയുള്ള ഭാഗമാണ് കൃഷ്ണാവതാരമായിട്ട് ഇതാ വർണ്ണിക്കുന്നത്. ആ കൃഷ്ണാവതാര ശ്ലോകം നമുക്കിതാ പാരായണം ചെയ്യാം. ദീപാരാധനയോട് കൂടിയിട്ട് ഭഗവാന്റെ അനുഗ്രഹത്തിന് നമുക്കിതാ ഈ വൈകിയതായിരിക്കുന്ന വേളയിൽ ഭഗവാനോട് ഇതാ പ്രാർത്ഥിക്കാം. പറന്നിറക്കാനൊക്കെ ആരെങ്കിലും കാത്തു നിൽക്കുന്നുണ്ട് വെച്ചാൽ സർവ്വ ഐശ്വര്യത്തിന് നന്നായി പ്രാർത്ഥിച്ച് ഇവിടെ കൃഷ്ണാവതാരം പാരായണം ചെയ്യുമ്പോൾ ദീപാരാധന നടത്തുമ്പോഴാണ് പറന്നിറക്കേണ്ടത് എന്ന് എല്ലാവരെയും ഇത് അറിയിക്കും. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ തൃതീയോധ്യായ. ശ്രീശുക ഉവാച. അഥ സർവഗുണോപേതകാല പരമശോഭന യരിഹേവാജനജന്മരക്ഷം ശാന്തരക്ഷഗ്രഹതാരകം ദിശപ്രസേദുർഗഗനം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ടപുരഗ്രാമവ്രജാകര നദ്യപ്രസന്നസലിലാ ഹൃദാ ജലരുഹശ്രിയ ദ്വിജാളികുലസംനാദസ്തപകാവനരാജയ വഭോ വായുസുഖസ്പർശ പുണ്യഗന്ധവഃ ശുചി അഗ്നയശ്ച ദ്വിജാദീനാം ശാന്താസ്തത്ര സമിന്ധത മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹാം ജായമാനേ ജനേ തസ്മിന്നേതുർദുന്ദുഭയോ ദിവി ജഗുക്കിന്നരഗന്ധർവാസ്തുഷ്ടോ സിദ്ധചാരണാഃ വിദ്യാധര്യസ്യ നമൃദുരപ്സരോഭിः സമം ദദാ മുമുചുർമുനയോ ദേവാः സുമനാംസി മുദാന്വിതാः മന്ദം മന്ദം ജലധരാ ജഗരുജ്ജുരനുസാഗരം. ആ ശ്ലോകത്തിലാണ് സാക്ഷാൽ ഭഗവാൻ ദേവകി വസുദേവന്മാരുടെ മുന്നിൽ ആവിർഭവിക്കുന്ന ഭാഗം വർണ്ണിക്കുന്നത്. കൃഷ്ണ അവതാരം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സാക്ഷാൽ ഭഗവാനെ മനസ്സിലേക്ക് നന്നായിട്ട് ധ്യാനിച്ച് കണ്ണടച്ച് അതിമനോഹരമായ ഭഗവാന്റെ സ്വരൂപത്തെ മനസ്സിലേക്ക് നന്നായി ധ്യാനിച്ച് ചന്ദ്രകിരണങ്ങൾ പൊഴിക്കുന്ന തിരുനഖങ്ങളോടുകൂടി പാദങ്ങളിൽ സ്വർണത്തിന്റെ പാദസരം ധരിച്ച് പീതാംബരപ്പെട്ട് ഞൊറിഞ്ഞുടത്ത് അരയിൽ വലിയതായ സ്വർണ്ണാഭരണം ചാർത്തി വനമാലയണിഞ്ഞ് രത്നമാലകളണിഞ്ഞ് സ്വർണ്ണമാലകളണിഞ്ഞ് മുത്തുമാലകളണിഞ്ഞ് തുളസിമാലകളണിഞ്ഞ്
കളത്തിലെ കൗസ്തുഭ രത്നം ചാർത്തി 4 തൃക്കൈകളിൽ ശംഖ്, ചക്രം, ഗദ, താമരപ്പൂവ് എന്നിവ ധരിച്ചുകൊണ്ട് തോൾവളകൾ അണിഞ്ഞ് സ്വർണ്ണവളകൾ അണിഞ്ഞ് സ്വർണ്ണ മോതിരം ചാർത്തി അതിമനോഹരമായി പുഞ്ചിരിച്ച് ഉയർന്ന നാസികയോടുകൂടി വാലിട്ട തൃക്കണ്ണെഴുതി ഗോപിക്കുറി ചാർത്തി കാതിൽ മകരകുണ്ടലങ്ങൾ അണിഞ്ഞ് സ്വർണത്തിന്റെ കിരീടം ചാർത്തി മയിൽപ്പീലി അണിഞ്ഞുകൊണ്ട് സർവേശ്വരനായ ഭഗവാൻ ദേവകി വസുദേവന്മാരുടെ മുന്നിൽ എങ്ങനെയാണോ അവതരിച്ചത് ആ ഭഗവാന്റെ സ്വരൂപം ഞങ്ങൾക്കൂതാ ഇപ്പോൾ മനസ്സിലേക്കതാ കാണാനായിട്ട് സാധിക്കണേ. ഏതൊരു കൂരിരുട്ടനെയും ഇല്ലാതാക്കി പ്രകാശമായി ഭഗവാനെ അങ്ങതാ ഞങ്ങളെ ഹൃദയത്തിലേക്കതാ എത്തിച്ചേരണേ, ഞങ്ങളെല്ലാവിധ ആഗ്രഹത്തിനെയും സാധിപ്പിച്ചു തരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി കൃഷ്ണാവതാര ശ്ലോകം പാരായണം ചെയ്ത് സർവ്വ ഐശ്വര്യത്തിന് പറനിറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കതാ പറനിറച്ച് പലരും ഭഗവാന്റെ അവതാര സമയത്ത് ഭഗവാന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ വേണ്ടി തുളസി പൂക്കളതാ കൊണ്ടുവന്ന് സമർപ്പിച്ചു. പലരും തുളസി മാല ഭഗവാന്റെ മുന്നിലതാ കൊണ്ടുവന്നതാ സമർപ്പിച്ച്, പലരും പട്ടുകോണകം, അതേപോലെ മഞ്ഞപ്പട്ട്, പഴങ്ങൾ, അവല്, മലര്, മുന്തിരി, കൽക്കണ്ടം, പഴം, വെണ്ണ, ഭഗവാനെ ഇതൊക്കെ ഞങ്ങളതാ അങ്ങയുടെ മുന്നിലതാ കൊണ്ടുവന്നതാ സമർപ്പിക്കുമ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കണേ 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 എന്നുള്ള ഭാവത്തിൽ നമുക്കും കൃഷ്ണാവതാരം പാരായണം ചെയ്ത് ആ ദീപാരാധന സമയത്ത് ഭഗവാനോടതാ പ്രാർത്ഥിക്കാം. കൃഷ്ണാവതാരം പാരായണം ചെയ്യുന്ന സമയത്ത് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവാൻ പ്രാർത്ഥിച്ച് നമുക്കിതാ ഇവിടെ ആ ദീപാരാധന സമയത്ത് ഇവിടെ പറന്നറിക്കാവുന്നതാണ് എന്ന് എല്ലാവരെയും അറിയിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നിശീധേ തമോദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവത്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശാം ആദിരാസീയതാ പ്രാച്യാം ദിശീന്ദുരിവ പുഷ്കലാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പറനിറയ്ക്കാനുള്ള ആളുകൾ മാത്രം അവിടെ നിൽക്കുക, മറ്റുള്ളവരൊക്കെ അതാത് സ്ഥാനത്തതായിരിക്കുക. തമദ്ഭുതം ബാലകമംബുജക്ഷണം ചതുർഭുജം ശംഖഗദാര്യുധായുധം ശ്രീവത്സലക്ഷ്മംഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധസൗഭഗം മഹാർഹവൈഡൂര്യകിരീടകുണ്ടലത്വിഷാപരിഷ്വക്തസഹസ്രകുണ്ടലം ഉദ്ദാമകാഞ്ജംഗദകങ്കണാദിഭിർവിരോചമാനം വസുദേവൈക്ഷത സവിസ്മയോദ്ഫുല്ലവിലോചനോ ഹരിം സുതം വിലോ ജ്ഞാനകദുന്ദുഭിസ്തദാ കൃഷ്ണാവതാരോത്സവ സംഭ്രമോ സ്പൃശന്മുദാ ദ്വിജേഭ്യോ യുതമാപ്ലുതോ ഗവാൻ അധൈനമസ്തൗദവധാര്യ പൂരുഷം പരം നതാംഗകൃതധീകൃതാഞ്ജലി സ്വരോജിഷാ ഭാരതസൂതികാഗൃഹം വിരോചയന്തം ഗതഭീപ്രഭാവവിദ. വസുദേവ ഉവാച വിദിതോऽसि ഭവാൻ സാക്ഷാത് പുരുഷ പ്രകൃതേഃ പര കേവലാനുഭവാനന്ദസ്വരൂപ സർവബുദ്ധിദൃക് സ ഏവ സ്വപ്രകൃത്യേദം സൃഷ്ട്വാഗ്രേ ത്രിഗുണാത്മകം തദനുത്വം ഹ്യപ്രവിഷ്ട ഇവ ഭാവ്യസേ യഥേമേ വികൃതാ ഭാവാസ്തഥാ തേ വികൃതയഃ സഹ നാനാവീര്യാ പൃഥഗ്ഭൂതാ വിരാജം ജനയന്തി സന്നിപത്യ സമുത്പാദ്യ ദൃശ്യന്തേനുഗതാ ഇവ പ്രാഗേവ വിദ്യമാനത്വാന്നതേഷാമിഹ സംഭവ. ഏവം ഭവാൻ ബുദ്ധ്യനുമേയ ലക്ഷണൈർഗ്രാഹ്യേർ ഗുണേ സന്നവിദദ്ഗുണാഗ്രഹ അനാവൃതത്വാദ് ബഹിരന്തരം നതേ സർവസ്യ സർവാത്മനാത്മവസ്തുന യാത്മനോ ദൃശ്യഗുണേഷു സന്നിധിവ്യവസ്യതേ സ്വവ്യതിരേകതോ ബുധ വിനാനുവാദം ന ജന്മനീഷിതം സമ്യഗ്യതസ്ത്യക്തോപാദതത്പുമാൻ ത്വത്തോസ്തി ജന്മസ്ഥിതി സംയമാൻ വിഭോ വദന്ത്യനീഹാദ ഗുണാദ വിക്രിയാദ ത്വയീശ്വരേ ബ്രഹ്മണിനോ വിരുദ്ധ്യതേ ത്വദാശ്രയത്വാദുപചര്യതേ ഗുണൈഃ. സത്വം ത്രിലോകസ്ഥിതയേ സുമാ